വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്കുള്ള ദൈവിക സന്ദേശമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം, നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കുള്ള ദൈവിക ഗൈഡൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാണിച്ചു നോക്കാം. Comparison, participation, new vision, source, consciousness, celebration, ഇത് താഴെ വീണ കാർഡാണ്. ക്രിയേറ്റിവിറ്റിയാണ് വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദ ഡെക്ക്, സ്ലോയിങ് ഡൗൺ. Six of Swords, Page of Wands, Three of Wands, Queen of Cups, Judgment, Empress, താഴെ വീണ കാർഡാണ്. ടെമ്പറൻസ്, നയൻ ഓഫ് കപ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് കപ്സ്, ത്രീ ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്ക്, ടെൻ ഓഫ് സോഡ്സാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു സൈക്കിളിൻ്റെ എൻഡും മറ്റൊരു സൈക്കിളിൻ്റെ ഒരു തുടക്കമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് എൻഡായി ഒരു കംപ്ലീഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക്, ടെൻ ഓഫ് സോഡ്സ് വന്നിട്ടുള്ളത്. പിന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഒറാക്കിൾ കാർഡിൽ സ്ലോയിങ് ഡൗൺ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റക്കായിട്ടുള്ളത് ഒരു സൈക്കിൾ എൻഡായിട്ടാണുള്ളത്. അപ്പോൾ മറ്റൊരു സൈക്കിളിലേക്ക് പോകാനുള്ള ഒരു ഇൻ്റർവെല്ല് പോലെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റക്നെസ് അവിടെ വരുന്നത്. നിങ്ങൾക്കൊന്നിലും ഒരു മൂവ്മെൻറ്റ് തോന്നുന്നില്ല, ഒന്നിലും ഒരു ഗ്രോത്ത് തോന്നുന്നില്ല, നിന്നിടത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയൊരു ജേണിയിലോട്ട് അല്ലെങ്കിൽ പുതിയൊരു സൈക്കിളിലേക്ക് കടക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഏത് സമയത്തായാലും, അതായത് നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു ഇൻ്റർവെല്ല് വരും, അവിടെ ജസ്റ്റ് ഒരു ഗ്യാപ്പ് വരും, ഒരു ടൈമിൻ്റെ ഒരു ഗ്യാപ്പ് വരും. അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നതായിട്ട് തോന്നില്ല, അവിടെ കംപ്ലീറ്റ് സ്റ്റക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ ആർക്കൊക്കെ ഉണ്ടെന്നറിയില്ല, എനിക്ക് ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാർ ഒരു ന്യൂ സൈക്കിളിലേക്ക് കടന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കടന്നു എന്നല്ല, ആ കടക്കുന്നതിലേക്കുള്ള ഒരു പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്റ്റക്കായിട്ടുള്ളൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഒരു ഗ്രോത്തും ഇല്ല, നിങ്ങൾക്ക് അതിനോട് ചെയ്യാൻ വേണ്ടി ഒരു താല്പര്യം തോന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ജോബിനൊക്കെ നല്ലൊരു ജോബിനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്ന ഇഫേർട്ടും നിങ്ങൾ ചെയ്യുന്ന വർക്കും അതിലൊന്നും ഒരു ഗ്രോത്ത് കാണുന്നില്ല, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഒന്നിലും ഒരു റിസൾട്ട് കാണുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊന്നും ഒരു റിസൾട്ട് കാണാത്ത ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഒരു സൈക്കിൾ എൻഡായിട്ട് മറ്റൊരു സൈക്കിളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റക്നെസ് ആണ് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. കാരണം ഒരു റെസ്റ്റിംഗ് പീരീഡാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത്. ഈ റെസ്റ്റിംഗ് ടൈം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫെമിനിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഫെമിനൈൻ എനർജി നിങ്ങളിലേക്ക് വരാനുണ്ട്. അത് ഇത്രയും കാലം നിങ്ങൾ വോണ്ടഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വോണ്ടഡ് ആയതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവില്ല. പലതിനും വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷെ ആഗ്രഹിക്കുന്ന അതേ അളവിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം അട്രാക്റ്റഡ് ആയിട്ടുള്ള എനർജി, അത് ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം വോണ്ടഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു പുതിയ സൈക്കിളിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആയിട്ട് വരേണ്ട സമയമാണ്. അപ്പോൾ ഈ കടക്കുന്ന സമയം കടന്നു കഴിഞ്ഞാലാണ് ആഗ്രഹം മാനിഫെസ്റ്റ് ആയി വരിക. ഇപ്പോൾ അതിലോട്ടേക്ക് കടക്കേണ്ട സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫെമിനൈൻ എനർജി ഡിവൈനിറ്റിയിലേക്ക് കൊണ്ടുവരിക, ഫെമിനൈൻ എനർജിയെ അവേക്കണിങ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ക്രിയേറ്റിവിറ്റിയും എംബ്രസും പിന്നെ ക്യൂൻ ഓഫ് കപ്സ് ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ഫെമിനൈൻ എനർജി ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ടെമ്പറൻസ് ഒക്കെ കാണിക്കുന്നത് ആ എനർജി ബാലൻസിങ് നടക്കണം എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേണിയിലുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ ബോധത്തിൻ്റെ ഒരു ഉയർന്ന ഒരു തലത്തിലോട്ടേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും സ്പിരിച്വൽ ആയിട്ടും ഗ്രോത്ത് വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കോംപ്രമൈസ് ചെയ്യണം. അങ്ങനെ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ എനർജി ഉണ്ടല്ലോ, ആരോടാണോ നിങ്ങൾ വഴക്ക് കൂടിയത് അല്ലെങ്കിൽ എന്തിനോടാണോ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടത്, ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ബ്ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങളിലേക്ക് നല്ലത് വരേണ്ടതായിരിക്കാം. ആ വരുന്ന നല്ല കാര്യം നിങ്ങളിലേക്ക് വരാതെ അവിടെ ആ എനർജി ബ്ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു കാര്യം എന്ത് സിറ്റുവേഷനാണോ അല്ലെങ്കിൽ എന്ത് ഇൻസിഡൻ്റ് ആണോ നിങ്ങളിൽ വന്ന് നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാകാതെ നിൽക്കുന്നത്, ആ ഒരു കോംപ്രമൈസ് അവിടെ നടന്നില്ലെങ്കിൽ ആ ഒരു എനർജി ഇതിനെ ബ്ലോക്കായി നിൽക്കുകയും ചെയ്യും. മാത്രമല്ല ഇത് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന എല്ലാ നല്ല കാര്യത്തെയും ബ്ലോക്കാക്കും. എന്ത് കാര്യവും നമ്മുടെ ഉള്ളിൽ ഒരു കരട് പോലെ നിൽക്കുമ്പോൾ അതൊരു ബോഡി ബ്ലോക്കേജ് ആണ്. ബോഡി ഇതിനെ റിജക്റ്റ് ചെയ്യും. എല്ലാ നല്ല കാര്യത്തെയും ബോഡി ഈ നെഗറ്റീവ് എനർജി കൊണ്ട്, ഈ ബ്ലോക്കായി നിൽക്കുന്ന ഈ ഒരു എനർജി കൊണ്ട് എല്ലാ നല്ല കാര്യത്തെയും റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മളിൽ വരേണ്ട നല്ല കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വരാതെ പകുതിക്ക് വെച്ച് അത് നമുക്ക് മിസ്സായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഇവിടെ നിങ്ങളോട് കോംപ്രമൈസിന് പറയുന്നത്. മാത്രമല്ല പാർട്ടിസിപ്പേഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ചെയ്യണം എന്നുള്ളത്. കാരണം അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളവിടെ ഫ്രീ ആവുന്നത്. കോംപ്രമൈസ് ചെയ്യേണ്ടടുത്ത് ആ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നിങ്ങളവിടെ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ഉള്ളിലൊരു സ്പേസ് വരുവാണ് ചെയ്യുന്നത്. ഈ സ്പേസ് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് പല കാര്യങ്ങളും അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത്. സ്പേസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒന്നും അട്രാക്റ്റഡ് ആയി വരില്ല. കാരണം സ്പേസ് ഇല്ലെങ്കിൽ അവിടെ വന്ന ഇതിന് നിൽക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ ആ സ്പേസ് അല്ലേ വേണ്ടത്. നമ്മുടെ ഉള്ളിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും എല്ലാറ്റിലും ഒരു സ്പേസാണ് വേണ്ടത്. അതാണ് സ്പേസിൻ്റെ മാസ്കുലൈൻ എനർജി എന്ന് പറയുന്നത് സ്പേസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളെപ്പോഴും സ്പേസ് ആക്കി കൊടുക്കണം. ഒന്നും നമ്മുടെ മനസ്സിലിട്ടോ അല്ലെങ്കിൽ കുറേ ആലോചിച്ച് ഓവർ തിങ്കിങ് ഒക്കെ ശരിക്ക് ഇങ്ങനെയുള്ള ബേർഡനാണ്. അതായത് ഓവർ തിങ്കിങ് ഒക്കെ ഒരു ബ്ലോക്ക് ആയിട്ട് വരുന്നതാണ്. ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ സ്പേസ് ഇല്ല, നമ്മൾ ഫ്രീ ആയി നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഫ്രീ ആയി നിൽക്കുമ്പോഴാണ് ആ സ്പേസ് വന്ന് നമ്മളിലേക്ക് വരേണ്ട കാര്യം നമ്മളിലേക്ക് തന്നെ വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളിലേക്ക് വരേണ്ട കാര്യം യോഗം ഉണ്ടായിട്ടും പലതും അനുഭവിക്കാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് യോഗം ഉള്ളത് പോലും അനുഭവത്തിൽ വരാത്തത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാറ്റിനും ഫ്രീ ആയി ഇടപഴകുക എന്നുള്ളതാണ്. ആൾക്കാരോടായാലും സിറ്റുവേഷനോടായാലും എന്തിനോടാണെങ്കിലും അവിടെ ഫ്രീ ആവണം. കോംപ്രമൈസ് ചെയ്യാനടുത്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനടുത്ത് ചെയ്യണം. എല്ലാറ്റിനെയും അതിൻ്റെ ഒരു പുതിയൊരു തലത്തിൽ വീക്ഷിക്കാനുള്ള ഒരു മനോഭാവം കൂടി വരണം. അത് നിങ്ങൾക്ക് വരും. കാരണം നിങ്ങൾ നിങ്ങളുടെ സോഴ്സുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ എല്ലാറ്റിൻ്റെയും ട്രൂത്ത് നിങ്ങൾക്ക് മനസ്സിലാവും.
കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ മുന്നേ നിങ്ങൾ എടുത്ത രീതിയിലായിരിക്കില്ല ഭാവിയിൽ ഈ ഒരു സൈക്കിളിൽ, പുതിയൊരു സൈക്കിളിൽ നിങ്ങൾ കയറുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. അതിൻ്റെ മറ്റൊരു വേർഷൻ അല്ലെങ്കിൽ മറ്റൊരു കണ്ണിൽ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും. അന്ന് വരെയും കാണാത്ത ബ്യൂട്ടി നിങ്ങൾക്ക് പലതിലും കാണാൻ പറ്റും. എല്ലാറ്റിലും അതിൻ്റേതായ ബ്യൂട്ടി കാണാൻ പറ്റും. മുന്നെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇനി വരുമ്പോൾ എന്ന് വെച്ചാൽ ആ തോന്നിയത് നേരെ മറിച്ച് അതിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്ന കാഴ്ചയിൽ എല്ലാറ്റിലും, കേൾക്കുന്ന കാര്യത്തിലും എല്ലാറ്റിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രൂത്ത് മനസ്സിലാവുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുന്നത്. മീൻസ് ഒന്നിൻ്റെ കാരണം മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഏറ്റവും വേസ്റ്റായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നു എന്ന് കരുതുക. അതായത് ഒരു സോൾ ഷോക്ക് പോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങളെ അത്രയും വേദനിപ്പിച്ച ഒരു കാര്യം ഉണ്ടാവും. പക്ഷെ അന്ന് നിങ്ങൾക്കത് ഭയങ്കര വേദനയായിട്ട് തോന്നിയിരിക്കാം. അന്ന് നിങ്ങൾക്ക് എന്തിനാണ് എന്നോട് ദൈവം ഇങ്ങനെ ചെയ്യുന്നതെന്നോ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്നൊക്കെ തോന്നിയിരിക്കാം. പക്ഷേ ഇനിയൊരു സൈക്കിളിലോട്ട് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൈക്കിളിലേക്കുള്ള ഒരു എൻട്രിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അന്ന് അങ്ങനെ സംഭവിച്ചത് അവിടെ സംഭവിക്കേണ്ടതായിരുന്നു, അത് എൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. അതാണ് പറയുന്നത്, എല്ലാറ്റിലും അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്. എല്ലാറ്റിൻ്റെയും ട്രൂത്ത് അറിയുമ്പോൾ, അവിടെ കാരണങ്ങൾ മനസ്സിലാകുമ്പോൾ അത് നിങ്ങൾക്ക് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പം ഇവിടെ ഡിവൈൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇമോഷണലി നിങ്ങൾ പലതിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവാറുണ്ട്. മാത്രമല്ല നിങ്ങളുടെ എനർജി ബാലൻസിങ് വരുത്താറുണ്ട്. ഫെമിനൈൻ എനർജി വൗണ്ടഡ് ആണ്, അത് അവേക്കണിങ് ചെയ്യാറുണ്ട്. മറ്റുള്ളവരുമായിട്ട് പാർട്ടിസിപ്പേഷനാണ് ഇവിടെ കൂടുതലും കാണിക്കുന്നത്. പാർട്ടിസിപ്പേഷനും വന്നിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. പിന്നെ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പേർപ്പസിലോട്ടേക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നുള്ള ഒരു എനർജിയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മെമ്മറീസൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കുന്ന, അതിൽ സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ലെറ്റ് ഗോ ചെയ്യണം. ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. മീൻസ് അത് മെമ്മറീസ് ആയിട്ടല്ല, ആ ഒരു അനുഭവം ഇനിയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 3 ഓഫ് വോൺസ്, 6 ഓഫ് സോഡ്സ്, പിന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് സോഡ്സ്, പിന്നെ സ്ലോയിങ് ഡൗൺ. ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങളൊരു പുതിയൊരു സൈക്കിളിലേക്കുള്ള ഒരു എൻട്രിയാണ് കാണിക്കുന്നത്. ഒന്നിൻ്റെ എൻഡും മറ്റൊന്നിൻ്റെ തുടക്കമായിട്ടാണ് കാണിക്കുന്നത്. അവിടെ ജഡ്ജ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ ജഡ്ജ്മെൻറ്റ് നടക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കർമ്മകളൊക്കെ പുറത്തോട്ടേക്ക് വരാൻ തുടങ്ങും. ആ കർമ്മങ്ങൾ പുറത്തോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നുള്ളത്. അവിടെ നെഗറ്റീവായിട്ട് സംഭവിക്കുന്നതല്ല, അവിടെ നിങ്ങളുടെ കർമ്മ ഹീൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് കർമ്മയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ബ്ലോക്കേജൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഹീൽ ചെയ്യപ്പെടൂ. അവിടെ പുറത്ത് വരാതെ നിൽക്കുമ്പോൾ വെച്ചാൽ അത് ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് പുറത്ത് വരുമ്പോൾ അത് പുറത്ത് അതുപോലെ തന്നെ നെഗറ്റീവ് സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും പറ്റും. പക്ഷെ അത് ഹീലായി പോകുന്നതാണ്. നിങ്ങളവിടെ നെഗറ്റീവിലോട്ടേക്ക് പിന്നെയും താഴ്ത്തപ്പെടുകയല്ല ചെയ്യുന്നത്. അത് ഹീലാവാൻ വേണ്ടി പുറത്ത് വരുന്നതാണ്. അത് കുറച്ച് ദിവസം അങ്ങനെ നിന്ന് അത് ഹീലായിട്ട് എന്നേക്കുമായിട്ട് അത് ഹീലായി പോകും. ഇവിടെ ജഡ്ജ്മെൻറ്റ് നടക്കുന്ന സമയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഡിവൈനിന് നിങ്ങളോട് പറയാനുള്ളത് ഫെമിനൈൻ എനർജി അവേക്കൺ ചെയ്യുക. പിന്നെ പറയാനുള്ളത് പാർട്ടിസിപ്പേഷനാണ്, കോംപ്രമൈസ് ചെയ്യേണ്ടടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.